വാട്സ്ആപ്പ് യൂട്യൂബ്. ഇന്ന് നമ്മൾ പാതിരാത്രി 12 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏകദേശം അല്ല, ഇപ്പം ശരിക്കും 12:45 ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. ദുബായ് റാഷിദിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചായ കുടിക്കണം. കിടന്നുറക്കമായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ കയറി ചാച്ചി. എണ്ണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ 12 മണി 12:30. അപ്പോൾ ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു കഫ്റ്റീരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്തായാലും കഴിക്കാം എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ചെറിയ ഉറക്കച്ചടയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പാർക്കിംഗ് ഇല്ല, അതാണ്. അല്ല അവിടെ ബ്രോ സുലൈമാനി ഉണ്ടോ? ഒരു ജിഞ്ചർ സുലൈമാനി പാഴ്സല്. അതെ, വണ്ടി ഇട്ടിട്ട് വരാം. നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുകയാണ്. ഇവിടെ ശരിക്കും തണുപ്പൊക്കെ മാറി തുടങ്ങി കേട്ടോ. അതുപോലെ നമ്മളെ 24 hours ഓപ്പൺ ആണെന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ റാഷിദിയ ലുലുവിൻ്റെ അടുത്ത് ആണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട്. 24 hours ആണ് ഇവിടെ റെസ്റ്റോറൻറ്റ്. നല്ല കിടിലൻ ആംബിയൻസിലൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ബിരിയാണി അങ്ങനെയുള്ള ഹെവി സാധനങ്ങളൊന്നും ഇല്ല, പക്ഷേ ഷവർമ, ഗ്രില്ല് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫുഡും ഉണ്ട്. മലയാളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. മലയാളിയുടെ കഫ്റ്റീരിയ ആണ്. ജിഞ്ചർ സുലൈമാനിയാണ്. അത്യാവശ്യം സാധനം കൊള്ളാം. പിന്നെ വണ്ടിക്കകത്ത് നമ്മൾ പള്ളിയിൽ നിന്ന് നോമ്പ് തുറയ്ക്ക് മേടിച്ച കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഡേറ്റ്സും സുലൈമാനി സൂപ്പർ കോംബോ. ജിഞ്ചർ സുലൈമാനി വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ സാധാരണ സുലൈമാനിക്കകത്ത് കുറച്ച് ജിഞ്ചർ കൂടെ ചതച്ച് സെറ്റാക്കി ഇടും. പക്ഷേ ഈ ഡേറ്റ്സിൻ്റെ കൂടി ഇത് അടിപൊളി കോംബോയാണ്. ട്രൈ ചെയ്ത് നോക്കും. അത് നല്ല തണുപ്പത്ത് വന്നിട്ട് കുടിക്കണം. ഇത് നല്ല സൂപ്പർ സാധനം. വൈകിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ
ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കിടന്നതാണ്. 12 എഴുന്നേറ്റപ്പോൾ 12-12:45 എഴുന്നേറ്റപ്പോൾ ആ സമയത്ത് ട്രൈ നോക്കട്ടെ. എടാ 12:54 12:54 നാട്ടിൽ കിട്ടുമോ ഇതുപോലെ? കൊച്ചിയിലൊക്കെ കിട്ടുമായിരിക്കും, കൊച്ചിയിലും ട്രിവാൻഡ്രത്തും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു വൈബ് 24 hours നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായി തന്നെ വേണം. അതിനൊക്കെ ദുബായിയാണ് ബെസ്റ്റ്. അപ്പോൾ ചുമ്മാ ഒരു വ്ളോഗ് എടുത്താൽ, വേറെ വലിയ പ്രത്യേകിച്ച് ആന സംഭവമൊന്നുമില്ല. പക്ഷേ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സോളോ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അതിനകത്ത് വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു നമ്മളിതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് എല്ലാത്തരം പ്രൊമോഷൻസും പിന്നെ ദുബായിലെ കാഴ്ചകളും ദുബായിലെ വാഹനങ്ങൾ അതെല്ലാത്തിനെക്കുറിച്ചും ഉള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സോളോ സ്റ്റോറി എന്ന് പറഞ്ഞ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. ശരിക്കും യൂട്യൂബിനേക്കാളും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടുതലുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. അതിനകത്ത് 1,10,000-ത്തിനോടടുത്ത് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ്. വെറും 20,000-21,000 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചിട്ട് അതൊന്ന് പവറാക്കി തരണം. അപ്പോൾ അതോടൊന്ന് പവറാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അതൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊന്നുമില്ല, വലുതായിട്ടൊന്നും പറയാനില്ല. അപ്പം കഫ്റ്റീരിയ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നല്ല കഫ്റ്റീരിയ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പാതിരാത്രിക്ക് പട്ടിണി കിടക്കണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക. നമ്മുടെ റാഷിദിയയിലെ റൗണ്ട് അബൌട്ട്, ലുലുവിൻ്റെ അപ്പുറത്തെ റൗണ്ട് അബൌട്ടിൻ്റെ അടുത്താണ് ഈ കഫ്റ്റീരിയ. 24 hours ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ കാര്യമൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത്. ഞാൻ പക്ഷേ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ടാണോ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനിനി പറഞ്ഞില്ല എന്ന് പറയണ്ട, ഞാനും പറഞ്ഞിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓക്കെ, സോളോ സ്റ്റോറി, ഗുഡ് നൈറ്റ്.